ഹായ് ഫ്രണ്ട്സ്, ഇന്നിതാ ഞാനൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നാട്ടിൽ നിന്നും അമ്മയും അച്ഛനും അബുദാബിയിലേക്ക് എത്തിയപ്പോഴുള്ള വീഡിയോ ആണ്. അപ്പം എൻ്റെ ഡെലിവറീൻ്റെ ഡേറ്റ് എടുക്കാറായി, അതുകൊണ്ടാണ് അവർ വന്നത്. അപ്പം ഇതാ ഇവമോളെ കണ്ടു. ഇവമോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, അച്ഛനും അമ്മമ്മയും വരുന്നത് കൊണ്ട്. അപ്പം ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇപ്പം അച്ഛനെയും അമ്മമ്മേനെയും കൂട്ടാൻ വേണ്ടി പോവാൻ റെഡിയായി നിൽക്കുമ്പോഴുള്ള ഒരു സീനാട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ പുലർച്ചെയായിരുന്നു ഫ്ലൈറ്റ്. ഒരു 4 o'clock റൂമിൽ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പം നല്ല മൂടൽ മഞ്ഞുണ്ട്. അപ്പോൾ ഇതാ വണ്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് 15 മിനിറ്റാണ് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് 15 മിനിറ്റ് ട്രാവൽ ചെയ്താൽ എയർപോർട്ടിലെത്തും. ഇപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം എയർപോർട്ടാണ് കാണുന്നത്. എയർപോർട്ടിൻ്റെ ആ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ നമുക്ക് എയർപോർട്ടാണെന്നും തോന്നില്ല, വേറെ തന്നെ ഒരു ഷേപ്പിലൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വിശാലമായ സൗകര്യമുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ അബുദാബി എയർപോർട്ട്. അപ്പം എന്തായാലും ഇന്ന് എല്ലാവരും നല്ല ഹാപ്പിയാണ്. കാരണം പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം 9 month ആയപ്പോൾ തന്നെ ടെൻഷനായിരുന്നു, അവരെത്തുന്നതിൻ്റെ മുന്നേ ഡെലിവറി ആവുമോ എന്നുള്ള. അപ്പം അവർ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ. അപ്പം അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും വരുന്നത് കൊണ്ടുള്ള ഹാപ്പിയാണ്. ഇവമോളിതാ അച്ഛനെയും അമ്മമ്മനെയും കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം നമ്മുടെ ഇവിടെ പാർക്കിംഗ് ഒക്കെ ചെയ്ത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട്. അപ്പം ഇവമോളെ ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. അവൾ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് അറിയില്ല ഉണ്ടോ. നമുക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് കോട്ടും ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. കോട്ടൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ. പിന്നെ ഇവമോൾ ഓടി അവരുടെ അടുത്ത് പോയി. ഏട്ടനും ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും ഹാപ്പിയാണ്. കാരണം ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം ഇവിടെ ഒറ്റക്കായത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയും കൂടെ എത്തിയപ്പം പിന്നെ ഒരു സമാധാനമായി. പിന്നെ ഇതാ അച്ഛൻ്റെ കയ്യിൽ ട്രോളി ഉള്ളത് കൊണ്ട് തന്നെ ഇവാനേനെ എടുക്കാൻ പറ്റില്ല. അപ്പം അച്ഛൻ ഇതാ ട്രോളി ഏട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇവമോൾ എടുക്കുകയാണ് കേട്ടോ. ഇവമോളാണെങ്കിൽ നല്ല ഹാപ്പിയാണ്. അന്ന് രാത്രിയൊന്നും അവൾ ഉറങ്ങിയതേ ഇല്ല. ഉറക്കത്തൊക്കെ എഴുന്നേറ്റിട്ട് ടൈമായോ, എയർപോർട്ടിൽ പോകാൻ ടൈമായോ, അച്ഛനും അമ്മമ്മയും വരാനായോ, നാളെയാണോ വരുന്നത്, ഇനി എത്ര ഡേയ്സ് ഉണ്ട്. ഒരു 2 month മുതലേ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി എത്ര ഡേയ്സ് ഉണ്ട്, 10 days ആണോ 5 days ആണോ. അങ്ങനെ അവൾ അത്രയും ദിവസമായിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം വന്നപ്പം ഹാപ്പിയായി. അങ്ങനെ ഇതാ അവിടുന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. ഇവിടെ പാർക്കിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറേ പാർക്കിംഗ് ഉണ്ട്. മാത്രമല്ല ഇവിടെ ഓരോ 1 hourനും 35 dirhams വെച്ചിട്ട് അങ്ങനെ എന്തോ ചാർജും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെ എത്തി. കാരണം കൂടുതൽ ടൈം ഇട്ടാൽ അത്രയും ചാർജ് വരുമല്ലോ. പിന്നെ അഥവാ നമ്മൾ പാർക്കിങ്ങിലല്ലാതെ ഇട്ട ഫൈനുണ്ട് കേട്ടോ, നല്ല ഫൈനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പാർക്കിങ്ങിലെത്തി വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ റൂമിലെത്തിയിട്ടോ. റൂമിലെത്തിയപ്പം ഇവമോൾ അച്ഛനും അമ്മമ്മക്കും ഇരിക്കാൻ പോലും സമയം കൊടുത്തില്ല. പെട്ടി പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. കാരണം അവൾക്കുള്ള എന്തൊക്കെയോ സർപ്രൈസ് അതിലുണ്ടെന്ന് അവൾക്കറിയാം. അപ്പം അവൾ പിന്നെ ബാഗ് ആദ്യം പൊളിച്ചു. കാരണം മറ്റേത് കാർട്ടൂൺ ബോക്സ് പൊട്ടിക്കാൻ കുറച്ച് പണിയാണല്ലോ. പൊളിച്ചപ്പോൾ തന്നെ അവൾക്കുള്ള എന്തൊക്കെയോ സർപ്രൈസുകൾ കിട്ടുന്നുണ്ട്. ഒരു സ്നാക്സ് ബോക്സ് എന്തോ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൾ എന്തായാലും ഹാപ്പിയാണ്. അവൾക്ക് എന്തൊക്കെയാണ് സർപ്രൈസ് എന്ന് അറിയാനും കൂടെ ഉള്ളൊരു തിരക്കിലാണ് കേട്ടോ. പിന്നെ അതാ നടന്ന് കൊണ്ടുവന്നിട്ടുള്ള അരവണ പായസം കിട്ടിയിട്ടുണ്ട്. അത് അവളെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഇതാ നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള ഓരോ സാധനങ്ങളും നമ്മളിങ്ങനെ എടുത്ത് നോക്കുകയാണ്. അപ്പം പുട്ടുകുറ്റി, കറിവേപ്പില, പിന്നെ എന്താ കഞ്ഞിയരി, അങ്ങനെ കുറേ തേങ്ങ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ആ ബോട്ടിലാക്കിയിട്ടുള്ളത് വാഴയിലയാണ് കേട്ടോ. വാഴയില പൊട്ടിക്കാതെ കൊണ്ടുവരാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ. ഇത് മുന്നേ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടവർ അറിയായിരിക്കും. ബോട്ടിൽ മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് വാഴയില വെച്ചിട്ട് പിന്നെ എടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് ഇവിടെ എത്തുമ്പോൾ വാഴയില അടയൊക്കെ ചുടാൻ വേണ്ടി പൊട്ടാതെ കിട്ടും. വാഴയിലക്കൊക്കെ ഇവിടെ അത്രയും ഡിമാൻഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇനി വരുമ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. എന്നാൽ നല്ല വാഴയില കിട്ടും. പിന്നെന്താ തേങ്ങയും മാങ്ങയും ചക്കയും ചക്കക്കുരുവും ഒക്കെ ഉണ്ട്. എല്ലാം പിന്നെ
എടുക്കാൻ പറ്റുന്നിടത്തോളം അവരെടുത്തിട്ടുണ്ട്. 60 കിലോ വരെ കൊണ്ടുവരായിരുന്നു. രണ്ടാളുണ്ടല്ലോ, 30 കിലോ വെച്ചിട്ട്. അങ്ങനെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും ഓരോ സർപ്രൈസ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ കളർ കിട്ടിയിട്ടുണ്ട്, ഇനി കളർ ബുക്ക്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കേണ്ട തിരക്കിലായതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾ ആരും ഇതിൽ കാണില്ല കേട്ടോ, കൂടുതലും അവർ തന്നെയാണുള്ളത്. പിന്നെ ഇതാ ലോലിപോപ്പ് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കും അവളെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ലോലിപോപ്പ് ഉണ്ട്. അങ്ങനെ അവൾക്ക് കിട്ടുന്നതൊക്കെ അവൾ അവിടെ കൊണ്ട് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു 10-20 തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവൾക്ക് മേക്കപ്പ് സാധനങ്ങൾ, വള, മാല, അങ്ങനെ ഒരു പെട്ടി കാലിയായി കേട്ടോ. അങ്ങനെ ഇതാ കളർ ബുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവളെ മേക്കപ്പ് സാധനങ്ങളൊക്കെ പൊളിച്ച് നോക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പം വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടാൻ കുറച്ച് ലേറ്റായി, കാരണം പിന്നെ ഡെലിവറിയൊക്കെ ആയി. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയവും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ വീഡിയോ ഇടുകയാണ്. പിന്നെ ഇതാ ചക്കക്കുരു, മാങ്ങ, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഈ നാട്ടിലുള്ളപ്പോൾ ഇതിനൊന്നും ഒരു വില ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നമുക്ക് പിന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ മാങ്ങയും ചക്കക്കുരുവൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇതാ മോൾക്ക് ഹെയർ ബാൻഡ്, അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഒരു ഫാൻസി തുടങ്ങാനുള്ള സാധനങ്ങൾ മോൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരക്കിലാണ് കേട്ടോ അവൾ. എന്തൊക്കെ ഇടണം ഏതൊക്കെ എടുക്കണം ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ അവൾക്ക് മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവർ വന്നിട്ട് അവർക്ക് ഇരിക്കാനോ ഒരു ചായ കൊടുക്കാനുള്ള ടൈം പോലും അവൾ കൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഫസ്റ്റ് പെട്ടി പൊട്ടിക്കുക, എന്നിട്ട് മതി ബാക്കി എന്തെന്നുള്ള പോലെ. ആ സമയം 4:30 പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഒരു 6 o'clock നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. 6 o'clock മുതൽ അപ്പം തന്നെ പെട്ടി പൊട്ടിക്കേണ്ട തിരക്കായിരുന്നു. പൊട്ട്, മാല ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, പുട്ടുകുറ്റി, ചക്കക്കുരു, മാങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ആയപ്പോൾ എല്ലാവരും ഹാപ്പിയായി. പിന്നെ തേങ്ങ കണ്ടില്ലേ, തേങ്ങ ഇങ്ങനെ പൊട്ടിക്കാതെയാണ് കൊണ്ടുവന്നത്. പിന്നെ കുറച്ച് പൊട്ടിച്ച് ചിരകി ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. പൊട്ടിക്കാതെ കൊണ്ടുവന്ന തേങ്ങ കുറേ ദിവസത്തേക്ക് നിൽക്കും കേട്ടോ. പിന്നെ അതാ അമ്മേൻ്റെ സ്പെഷ്യൽ പിന്നെ അപ്പം കൊണ്ടുവന്നിട്ടുണ്ട്, ഉണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ് കേട്ടോ. പിന്നെ വേറെ പിന്നെ ബേക്കറീസും, അങ്ങനെ നാട്ടിലെ കലണ്ടർ, പുട്ടുകുറ്റി, ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടും. പക്ഷേ എന്നാലും അത്ര ഈസി ആയിട്ട് അവൈലബിൾ അല്ലാത്ത എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ അടുത്തത് യോമോക്കൊരു ഗിഫ്റ്റ്. പിന്നെ അവൾക്ക് ഒരു പട്ടുപാവാടയാണ്. ഇതൊക്കെ അവൾക്ക് ഭയങ്കര സർപ്രൈസായി കേട്ടോ. കാരണം അവളെ അറിയില്ലായിരുന്നു. ഇതൊക്കെ നാട്ടിൽ വാങ്ങി വെച്ച സമയത്തും എനിക്കറിയായിരുന്നു ഇതൊക്കെ പെട്ടി പൊട്ടിക്കുമ്പോൾ ഉണ്ടാവുമെന്ന്. എനിക്കമ്മ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അതൊന്നും കൂടാതെ വീട്ടിലിടാനുള്ള കുറച്ച് ഷോർട്സ്, ടീഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും മോൾക്ക് കോളടിച്ചു ഗൈസ്, അങ്ങനെ തന്നെ പറയാം. അങ്ങനെ 2-3 സെറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഏട്ടനും ഇവമോൾ അതേ സെയിം കളറിലൊരു ഷർട്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കോളടിച്ചു, എനിക്ക് മാത്രമൊന്നുമില്ല. സാരമില്ല, എനിക്കിപ്പോൾ അവരോട് എത്തുകയാണായിരുന്നു നിർബന്ധം. കാരണം ഡെലിവറീൻ്റെ ടൈം ആകുമ്പോഴേക്കും ഇവിടെ ആളില്ലാത്ത ആയാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം അവരിവിടെ എത്തി. പിന്നെ എനിക്കുണ്ട് കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞത്. എനിക്ക് സാരിയുടെ കൂടെ എടുക്കാനുള്ള ബ്ലൗസ്, പിന്നെ ഡെലിവറി ടൈമിൽ ഇടാനുള്ള നൈറ്റി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ കയ്യിലൊരു റിങ് ഇട്ട് കൊടുക്കേണ്ടത്, അത് വെള്ളീൻ്റെ റിങ്ങാണ് കേട്ടോ. അമ്മമ്മ നാട്ടിൽ നിന്നൊക്കെ വേണ്ടി കൊണ്ടുവന്ന സ്പെഷ്യൽ റിങ്. പക്ഷേ കുറച്ച് വലുതായി പോയി ഗൈസ്, എങ്കിലും അവൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അവളെ പട്ടുപാവാട, അതൊക്കെ കറക്റ്റ് അളവാണോ എന്നൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇടാനുള്ള ഒരു ടീഷർട്ടും പാൻറ്റും കൂടെ ഉണ്ട്. അങ്ങനെ അടുത്ത പെട്ടിയും കൂടെ പൊട്ടിക്കുകയാണ്. ഇവർക്ക് തീരെ ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇനി എന്താ സർപ്രൈസ് എന്നൊക്കെ അറിയാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അതും കൂടെ പൊട്ടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എയർപോർട്ടിൽ നിന്ന് വന്ന് ഇരുന്നിട്ട് പോലും ഇല്ല, വന്ന ഉടനെ തന്നെ പെട്ടി പൊട്ടിക്കലായിരുന്നു. അത്രയും തിരക്കായിരുന്നു ഇവർക്ക്. അങ്ങനെ ഇനി നമുക്ക് ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. പിന്നെ അവിടുന്ന് പാക്ക് ചെയ്ത കവറിൽ ഇരിക്കാൻ നോക്കുകയാണ് കേട്ടോ. തൊട്ടിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുന്ന് വികൃതി തന്നെയാണ് അവൾക്ക്. എന്തായാലും അച്ചാച്ചനും അമ്മമ്മയും വന്ന ഹാപ്പിയിലാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ വികൃതിയും അവൾ കളിച്ചു കൂട്ടുന്നുണ്ട്.
അങ്ങനെ ഇത് അടുത്ത ബാഗ് പൊട്ടിച്ചപ്പോഴും ഇവമ്മക്ക് സർപ്രൈസ് കിട്ടിയിട്ടോ. ഒരു ബാഗാണ്, അവൾക്ക് എന്തായാലും ഇഷ്ടമായി. അവൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചാക്കി ഇടാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ബാഗ് തന്നെയാണ്. പിന്നെ ഇതാ നാട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ അങ്ങനെ ഓരോ സാധനങ്ങളാണ് കേട്ടോ, അരി, അങ്ങനെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പം ഇതൊക്കെ അധികം കണ്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ, അച്ചാർ, തേന്, നെയ്യ്, അരി അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പം ഇതുപോലെയുള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.